നിയമസഭയിൽ ഒറ്റയാനായിപ്പോയ രാജഗോപാൽജിക്ക് ഇന്നാണ് ഒരവസരം ഒത്തുകിട്ടിയത്. പ്രതിപക്ഷ നേതാക്കൾ പല പല വിഷയങ്ങളിൽ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നത് കണ്ട് കൊതിയായിട്ടുണ്ട് രാജഗോപാൽജിക്ക്. പക്ഷേ ഒറ്റക്കായതുകൊണ്ട് ഇറങ്ങിപ്പോവാൻ ഒരു ചമ്മൽ. പോരാത്തതിന് ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇറങ്ങിപ്പോകേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. കാത്തിരുന്ന് ഇന്ന് ഗോപാൽജിക്ക് ഒരു സ്ഫോടന വിഷയം കിട്ടി. അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിപ്പോകാനുള്ള അവസരവും സംജാതമായി. ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ കാര്യം കേവലം മുമ്പ് പരാജയപ്പെട്ട അതേ രീതിയിൽ മുന്നോട്ട് പോകുന്ന ലാഘവബുദ്ധിയോടുകൂടി കാണുന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൗട്ട് നടത്തുന്നു. നമസ്കാരം. ഈ ഏകനായിട്ട് വാക്കൗട്ട് നടത്താൻ ഇടയായ സാഹചര്യത്തെപ്പറ്റി രണ്ട് വാക്ക് പറയാനാണ് വന്നിട്ടുള്ളത്. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്താ കളി. ഇന്ന് ഒരു പ്രധാനപ്പെട്ടതായ ഒരു ഇഷ്യൂ റൂൾ 50 അനുസരിച്ചിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ കാറിൽ ബോംബ് സ്ഫോടനം സംബന്ധിച്ചിട്ട് അതിൻ്റെ ഇഷ്യൂ റേസ് ചെയ്തുകൊണ്ടാണ് ആ ഇഷ്യൂ വന്നത്. അതിൽ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള നിലപാട് വളരെ ഉദാസീനമായിട്ടുള്ള ഒരു സമീപനമാണ് സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതോ ബീഫിൻ്റെ ഉത്തരേന്ത്യയിൽ എന്നോ നടന്ന ഒരു ബീഫ് സംഭവം അതിന് പകരം ചോദിക്കാനാണ് എന്ന് എഴുതിക്കൊണ്ടുള്ള കത്ത് അവിടുത്തെ ബോക്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിൽ സർക്കാർ കാണിക്കുന്ന ഉദാസീനതയിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ വാക്കൗട്ട് നടത്താൻ നിർബന്ധിതരായിട്ടുള്ളത്. സഭ വിട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ സുഖം ഇന്നാണ് രാജഗോപാൽജിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇനിയും ഇറങ്ങിപ്പോകൽ പ്രതീക്ഷിക്കാം. ഒറ്റയ്ക്കാകുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ സമയം പോക്കാൻ പറ്റൂ. ഗീതാ ഗോപിനാഥിനെ സർക്കാരിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവാക്കിയതിൻ്റെ ചുരുക്കിലായിരുന്നു ഇന്ന് പ്രതിപക്ഷം. മുതലാളിത്ത വക്താവായ ഗീതയെ ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ലേ ഉപദേശിയാക്കാൻ അവകാശമുള്ളൂ എന്ന മട്ടിലായിരുന്നു കോൺഗ്രസ് സാമാജികരുടെ ചോദ്യങ്ങൾ. ഉപദേശിയായ ഗീതയെക്കുറിച്ച് പ്രതിപക്ഷത്തെ ഉപദേശിച്ച് ധനമന്ത്രി മടുത്തു. ഉപദേശിയായി പുറത്തുനിന്ന് ഒരു വനിത വരുമ്പോൾ നമ്മുടെ ധനതത്വശാസ്ത്രജ്ഞനായ ധനമന്ത്രിയുടെ അവസ്ഥ എന്താകും എന്ന ആധിയിലാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ പുതിയ ഉപദേശിയെ കുറ്റം പറയാനായി ഇന്നേ വരെ ഒരു നല്ല വാക്ക് പോലും പറയാത്ത ധനമന്ത്രിയെക്കുറിച്ച് പൊക്കി അടിക്കുകയാണ് പ്രതിപക്ഷം. കിഫ്ബി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മസ്തിഷ്ക ശിശുവാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയമില്ല. അതുപോലെ തന്നെ GST കൗൺസിൽ മീറ്റിങ്ങുകളിൽ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ ആശയസമ്പുഷ്ടമായ വാഗ്വൈഭവവും അതുപോലെ തന്നെ വർണ്ണശബളമായ അവതരണവും മറ്റ് സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോലും കയ്യടി വാങ്ങിയിട്ടുണ്ടാകും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. സർ, ബഹുമാനപ്പെട്ട അംഗം എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് വളരെ നന്ദിയുണ്ട്. പക്ഷെ അത് വേറെ ആരെയും വീഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ തരക്കാരല്ല, വിവിധ ശാഖകളുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങളിലാണ്, ചില സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടുതൽ വൈദഗ്ധ്യമുണ്ടാവും. എന്നെപ്പോലുള്ളവർക്ക് പൊളിറ്റിക്കൽ എക്കോണമി, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിലാണ്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ്, ട്രേഡ് തുടങ്ങിയിട്ടുള്ളതെല്ലാം. അപ്പം നമുക്ക് പലതരക്കാരുടെയും ഉപദേശങ്ങളും സഹായങ്ങളും ആവശ്യമായിട്ട് വരും. സത്യത്തിൽ ഗീതാ ഗോപിനാഥിനെ ഉപദേശിയാക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലത്രേ. മൻമോഹൻ സിംഗിൻ്റെയൊക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു ഉപദേശിയെ പ്രതിപക്ഷം എന്തിനെതിർക്കണം? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പോലെ അങ്ങനെ സർവജ്ഞപീഠം ഞങ്ങളാരും കയറിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെയല്ല സർ, നിങ്ങൾക്ക് ഇതിനോട് പരിപൂർണ്ണ യോജിപ്പ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിന് കൂടെ എന്ന് വെച്ചാൽ മതി. വേറെ ചിലരുണ്ട് പരിപൂർണ്ണ എതിർപ്പ്, അതുകൊണ്ട് അവർക്ക് മാറി കൈകെട്ടിയിരുന്നേച്ചാൽ മതി. ഞങ്ങൾ അങ്ങനെയല്ല. എതിർക്കുമ്പോൾ തന്നെ ഇതിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവരാ.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എതിർക്കുകയും വേണ്ടി വരും, അനുകൂലിക്കുകയും വേണ്ടി വരും. അത് കണ്ട് ഞങ്ങളെ പരിഹസിക്കേണ്ട, ഞങ്ങൾ അറിഞ്ഞ് തന്നെ എടുക്കുന്ന നിലപാടാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ ഒന്ന് മുഖതാവിൽ കാണാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ആര് കാണാൻ വന്നാലും അവരെ കാണാൻ കൂട്ടാക്കാതെ മുങ്ങി നടക്കുകയാണത്രേ നമ്മുടെ VC. യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിലേക്ക് പോലും ഒരു ഈച്ചക്കുഞ്ഞിനെ പോലും കടത്തിവിടാൻ ഈ VC സാറിന് പേടിയാണത്രേ. ഈ സർവകലാശാല ക്യാമ്പസ് ഒരു പോലീസ് ക്യാമ്പാക്കി മാറ്റി ഭരണം നടത്താം, വിദ്യാർത്ഥികളെല്ലാം പുറത്താക്കാം എന്ന് വൈസ് ചാൻസലർ കരുതരുത്. തന്നെ കാണാൻ വരുന്നവരോട് അവരെ കാണാൻ അതിനവസരം കൊടുക്കാൻ വൈസ് ചാൻസലർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഗവർണർ വേണമെങ്കിൽ 5 വിദ്യാർത്ഥികൾക്ക് പോയാൽ ഇപ്പോൾ കാണാം, മുഖ്യമന്ത്രിയെ വേണമെങ്കിൽ ഇപ്പോൾ പോയാൽ കാണാം, വൈസ് ചാൻസലർ കണ്ടുകൂടെ? രാഷ്ട്രപതിയെ പോയിട്ട് വിദ്യാർത്ഥികൾ കാണാം. നാളെ അവസരം ചോദിച്ചാൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ഭവനിൽ പോയി രാഷ്ട്രപതി അവർക്ക് അവസരം കൊടുക്കും. വൈസ് ചാൻസലർ കാണാൻ പോയതിന്റെ പേരിൽ സസ്പെൻഷൻ. ഇത് ഏതൊരു ലോകത്താണ് ഇത്? ഈ കേരളത്തിൽ തന്നെയാണോ ഇദ്ദേഹം ജനിച്ചു വളർന്നതെന്ന് തോന്നും ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നിലപാടുകൾ കണ്ടാൽ. എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ, വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല, അദ്ദേഹത്തിൻ്റെ രൂപം എന്താണെന്ന് തന്നെ എനിക്കറിയില്ല. അതുകൊണ്ടൊന്നും ഞാനിപ്പോൾ വ്യക്തിപരമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. VC സാറിന്റെ ഈ ഒളിച്ചുകളി കണ്ടുപിടിച്ച് പുകച്ച് പുറത്ത് ചാടിക്കാൻ തന്നെയാണത്രേ സർക്കാരിന്റെ തീരുമാനം. അദ്ദേഹം ഇത് കേരളമാണെന്ന് മനസ്സിലാവട്ടെ. ബന്ധപ്പെട്ട ആളുകൾ, സിൻഡിക്കേറ്റ് മെമ്പർമാർ അദ്ദേഹത്തോട് സംസാരിക്കുക. അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവർ ഇദ്ദേഹത്തെ ഉപദേശിക്കുക. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്താണ് ഇദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വന്നത്. അന്നിങ്ങനെയുള്ള പല ആളുകളും പല സ്ഥാനത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് LDF വന്നെങ്കിലും ഇത്തരക്കാരുടെ ചില ബുദ്ധിമുട്ടുകൾ കുറച്ചു കാലം കൂടി നമുക്ക് സഹിക്കേണ്ടതായിട്ട് വരും. ഇലക്ഷൻ കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞതുപോലെ ഈ സർവകലാശാലയുടെ കാര്യങ്ങളും നമുക്ക് ശരിയാക്കും. അതിനുവേണ്ടി ജനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ബഹുജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. വിദ്യാർത്ഥികൾ പഠന കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. മലപ്പുറം കളക്ട്രേറ്റിൽ നടന്ന സ്ഫോടനത്തിന് പിന്നാലെയാണ് മാധ്യമങ്ങളെല്ലാം. ഒരു കൊതുകിനെ പോലും കൊല്ലാൻ കഴിയാത്ത പാകത്തിലുള്ള ബോംബ് വെച്ച് പൊട്ടിച്ചാണ് കേരള തീവ്രവാദികൾ ആളുകളെ പേടിപ്പിച്ചത്. കളക്ടർ ഷൈനമോൾ കൊല്ലത്ത് കളക്ടറായിരുന്നപ്പോൾ അവിടെയും പൊട്ടി പൊട്ടാസ്. ഇപ്പോൾ ഇവിടെയും പൊട്ടി ഒരു പൊട്ടാസ്. അതിൻ്റെ ഗുട്ടൻസാണ് പിടികിട്ടാത്തത്. ഏതായാലും ഈ ഭീകരന്മാരെ പിടിക്കാൻ പോലീസ് അശ്രാന്ത പരിശ്രമത്തിലാണ്. ഇതുവരെ ഇവിടെ നിന്ന് കിട്ടിയ എവിഡൻസസ് നോക്കുമ്പോൾ ഇവിടെയും കൊല്ലത്തും നെല്ലൂരും വെല്ലൂരും മൈസൂരിലും ഒക്കെ നടന്നതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഓപ്പറേഷൻസാണ്. ഇവിടെ നിന്ന് കിട്ടിയ തെളിവുകളും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എല്ലാം ഒരു ഗ്രൂപ്പ് തന്നെ ചെയ്തതായിട്ടാണ്. ഇതുവരെ നമുക്ക് കിട്ടിയ തെളിവുകൾ എല്ലാ സ്ഥലത്തും ഇവർ തന്നെയാണെന്നാണ്. ഈ മറ്റ് കേസുകളൊക്കെ അന്വേഷണാവസ്ഥയിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പം പറയാൻ പറ്റില്ല. ലഘുലേഖ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലഘുലേഖ എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ മാപ്പും അതിനകത്ത് ഒരു കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലഘുലേഖയിൽ പറഞ്ഞിരുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പുമെല്ലാം ഒരു ദുരന്തമായതോടെ ഉത്സവം നടത്താൻ തന്നെ പേടിയാണ് ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക്. എന്നാൽ മാറ്റുകുറയാത്ത ഉത്സവം നടത്താൻ സർക്കാർ തന്നെ കമ്മിറ്റിക്കാർക്ക് ധൈര്യം കൊടുക്കാൻ റെഡിയാണത്രേ. കഴിഞ്ഞ ദിവസം ചേർന്ന പൂരം യോഗത്തിൽ ഉത്സവം ഗംഭീരമാക്കാൻ സർക്കാർ തീരുമാനിച്ചു. പൂരങ്ങൾ നടക്കണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. എല്ലാ ഉത്സവങ്ങളും യാതൊരു തടസ്സമില്ലാതെ നടക്കും. നിയമവിധേയമായ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട് രാജ്യത്ത്. അത് പാലിച്ചുകൊണ്ട് പൂരങ്ങൾ നടത്തുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനാണ്. നാട്ടാന പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അതുണ്ടായിരുന്നു. വനം വകുപ്പിൻ്റെ പഴയ നിയമമുണ്ട്, ഉണ്ടാക്കിയ നാട്ടാന പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട നിയമമുണ്ട്. ആ ചട്ടത്തിനും നിയമത്തിനും വിധേയമായി നടത്താം എന്ന് തന്നെയാണ് പൂര കമ്മിറ്റിക്കാർ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ നമ്മുടെ നിലവിലുള്ള ചട്ടപ്രകാരം ഇപ്പോൾ പുറ്റിങ്ങൽ വെടിക്കെട്ടിനുണ്ടായിട്ടുള്ള അപകടങ്ങളുടെ കാരണമായിട്ടുള്ള ചില സംഗതികളുണ്ട്. അതും കൂടെ വെച്ചുകൊണ്ട് കേരളത്തിലെ ഇപ്പോൾ നടന്നു വരുന്ന പരമ്പരാഗത ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടുകൾ അപകടരഹിതമായി ചട്ടങ്ങൾക്ക് വിധേയമായി എങ്ങനെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നടത്താൻ വേണ്ടി അതിനെ തുടർന്ന് നാട്ടാനകളെ എഴുന്നള്ളിക്കുന്നതിന് ഉത്സവത്തിന് ചട്ടവും നിയമവും അനുസരിച്ച് അതിൻ്റെ എഴുന്നള്ളിപ്പിൻ്റെ സമയവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് നടത്താൻ തയ്യാറ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. തീർച്ചയായും അതിന് വിധേയമായിട്ട് എഴുന്നള്ളിപ്പും മറ്റു കാര്യങ്ങളും നടക്കും. തടസ്സമുണ്ടാക്കാൻ ആരെങ്കിലും വന്നാലും
പൂരം നൂറ്റാണ്ടുകളായി നടക്കുന്ന പൂരം, 220 വർഷം കഴിഞ്ഞ് തൃശ്ശൂർ പൂരം, 1400 വർഷം കഴിഞ്ഞ പൂരങ്ങളുണ്ട്. അപ്പോൾ ഈ പൂരങ്ങളൊന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് തകർക്കാനോ അത് തടയുവാനോ നിൽക്കുന്ന ഒരു നീക്കത്തിനും ഗവൺമെൻറ് കൂടെ നിൽക്കില്ല എന്ന ഉറപ്പ്, വളരെ മാന്യമായൊരു ഉറപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൽ വളരെ സന്തോഷം.